ആഘോഷങ്ങള് വളരെ മനോഹരമാക്കുന്ന ട്രെൻഡിന്റെ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത് കേട്ടോ. പ്രത്യേകിച്ചും കല്യാണങ്ങൾക്ക് പോകാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. എന്നാൽ ചില കല്യാണങ്ങൾക്ക് പോയാൽ നമുക്ക് ആ സന്തോഷം കിട്ടാറില്ല. അപ്പൊ എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. അരമണിക്കൂർ മുന്നേ നേരത്തെ വാങ്ങിക്കണോ? കാരണം എന്താന്ന് വെച്ചാലേ റോഡിന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയണല്ലേ. ഈ അടുത്ത് തന്നെ ഡോക്ടറാവാൻ പോകുന്ന വല്ലപ്പുഴയുള്ള നെഹലയുടെ കല്യാണം കൂടാൻ വന്നതാണ് വല്ലപ്പുഴ KSM കൺവെൻഷൻ സെന്ററിൽ. 4000 പേരുടെ ഒരു അടാറ് കല്യാണം തന്നെയാണ് ഇന്നിവിടെ നടക്കുന്നത് കേട്ടോ. കയറി ചെല്ലുമ്പോൾ തന്നെ വിവിധ തരത്തിലുള്ള ഫ്രൂട്ട് ജ്യൂസുകൾ അത് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഈ കല്യാണത്തിന്റെ ഈവന്റും മറ്റ് എല്ലാ ഫുഡും കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്നത് അലയ കാറ്ററിംഗ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരെ സ്റ്റേജിലൊന്നും നിൽക്കാതെ നേരെ ഭക്ഷണത്തിന്റെ ഭാഗത്തേക്ക് പോയിട്ടോ. ഭക്ഷണം എന്തൊക്കെയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് കിച്ചണിൽ പോയപ്പോഴേ ഒരു ദമ്മ് പൊട്ടിക്കാണ്. ബീഫ് ദമ്മ് ബിരിയാണി, അതുപോലെ ചിക്കൻ സുർബിയാനി, അതുപോലെ ചിക്കൻ കൊണ്ടാട്ടം, പിന്നെ നല്ല മലബാർ സദ്യ ഉണ്ട്, നല്ല നാടൻ സദ്യ കേട്ടോ. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ നാവിൽ വെള്ളം വരുന്നില്ലേ? പ്രത്യേകിച്ച് അലയ കാറ്ററിംഗ് ആവുമ്പോൾ പറയേണ്ടതില്ല. സദ്യനെ കണ്ടൊന്നും ഞാൻ പോയില്ല. എനിക്ക് ഏറെ പ്രിയപ്പെട്ടത് ബീഫ് ദം ബിരിയാണിയാണ്. അപ്പൊ അതിട്ട് ഒരുപാട് കഴിച്ചു. പിന്നെ ഞാൻ കുറച്ച് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ സുർബിയാനും നോക്കി. അതും അടാറ് ടേസ്റ്റ് ഉണ്ട്, ഒരു രക്ഷയില്ല. നല്ല അടിപൊളി സദ്യ, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഇത്രയും ടേസ്റ്റ് കൂട്ടാന്ന് വിചാരിച്ചാൽ നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ്. ഇവന്റ് മാനേജ്മെന്റ് മിടുക്ക് തന്നെയാണ് അത്. 1-2 കല്യാണങ്ങൾ കൂടിയിരുന്നു. അവിടെ എന്തൊക്കെ വെച്ചിട്ടാണ് വിളിക്കാൻ കാരണം. അയൽ കാറ്ററിംഗിന്റെ മെയിൻ ആളുകൾ അറിയണ്ടേ? നിങ്ങൾ എത്ര ആളുകളെ ഉൾക്കൊള്ളിക്കുന്ന പ്രോഗ്രാം ഇങ്ങനെ ഫംഗ്ഷൻസ് എടുക്കും? എത്ര ആളുകളുടെ പ്രോഗ്രാം ആണെങ്കിലും അതിനുള്ള സ്റ്റാഫുകളും കാര്യങ്ങളും മാനേജ്മെന്റും ഒക്കെ നമ്മളെ കയ്യിലുള്ളതുകൊണ്ടും നമുക്കത് സ്ഥിരമായി ചെയ്യുന്നതുകൊണ്ട് നമുക്കതൊരു പ്രശ്നമാകാറില്ല.